ദളപതി വിജയ് നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്ത ദളപതിയുടെ 69ാമത്തെ സിനിമയാണ് ജനനായകൻ. ദളപതിയുടെ അവസാനത്തെ പടം. അനിരുദ്ധാണ് പടത്തിന്റെ മ്യൂസിക്. കെവിൻ ആണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതാണ്ട് 400 കോടിക്ക് മുകളിൽ ബഡ്ജറ്റിൽ ചിലവഴിച്ചൊരു സിനിമ കൂടിയാണ് ഈ ജനനായകൻ. ആമസോൺ ആയിരുന്നു പടത്തിന്റെ ഡിജിറ്റൽ പാർട്ട്ണർ. വലിയൊരു ഡീലിലാണ് ജനനായകൻ ഡിജിറ്റൽ റൈറ്റ്സ് പ്രൈം സ്വന്തമാക്കിയത്. ഡിജിറ്റൽ റൈറ്റ്സ്, സാറ്റലൈറ്റ് റൈറ്റ്സ്, ഓഡിയോ റൈറ്റ്സ്, തിയേറ്ററിക്കൽ റൈറ്റ്സ്, അങ്ങനെ മൊത്തം ഏതാണ്ട് 500 കോടിക്ക് മുകളിൽ ബിസിനസ് നടന്നൊരു സിനിമ കൂടിയാണ് ജനനായകൻ. ജനുവരി 9 വേൾഡ് വൈഡ് റിലീസ് ആവേണ്ടിയിരുന്ന സിനിമയായിരുന്നു. എന്നാൽ സെൻസർ ബോർഡ് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാത്ത കാരണം റിലീസ് മാറ്റി വെക്കേണ്ടി വരുന്നു. കേസ് നടക്കുന്നു. ആ കേസ് സുപ്രീം കോടതി വരെ പോകുന്നു. അങ്ങനെ മൊത്തത്തിൽ വലിയൊരു പ്രതിസന്ധിയാണ് ഈ സിനിമ നേരിട്ടത്. അങ്ങനെ ആ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ നാൾ ജനനായകനായിരുന്നു മൊത്തത്തിൽ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞേണ്ട കാര്യമില്ല. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി ഒരു വിധത്തിൽ നേരെ ആയപ്പോഴാണ് അടുത്ത പണി വന്ന് കേറുന്നത്. ഇലക്ഷൻ. തമിഴ്നാട് ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചതുകൊണ്ട് ഇലക്ഷൻ കഴിയുന്നത് വരെ പടത്തിന്റെ റിലീസ് വീണ്ടും തടയപ്പെട്ടു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾക്ക് ശേഷം വീണ്ടും കാര്യങ്ങളൊക്കെ ഒരുവിധം നേരെ പോകും വഴിയാണ് പടത്തിന്റെ ഡിജിറ്റൽ പാർട്ണറിന്റെ ഭാഗത്തു നിന്നും വീണ്ടും അടുത്ത പണി വരുന്നത്. പടത്തിന്റെ റിലീസിന് കൃത്യം 1 മാസത്തെ ഗ്യാപ്പിലായിരുന്നു OTT റിലീസ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ റിലീസ് മുടങ്ങി ഇത്ര ലാഗ് ആയത് കാരണം അവരും ഈ കോൺട്രാക്റ്റിൽ നിന്നും പിന്മാറുന്ന അവസ്ഥയായി. അങ്ങനെ ഒരു വിധത്തിൽ അതും സെറ്റ് ആക്കി ഇലക്ഷൻ കഴിഞ്ഞ് ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ മെയ്യിൽ പടം റിലീസ് പ്ലാൻ ചെയ്തു. അങ്ങനെ ഓവർസീസിലടക്കം പടത്തിന്റെ ഭാഗത്ത് നിന്ന് റിലീസ് അപ്ഡേറ്റും പോയി. ഒരു 10 ദിവസം മുമ്പ് നമ്മളും റിലീസ് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ പടം കഷ്ടപ്പെട്ട് റിലീസ് ആവുമെന്നായപ്പോ ഇപ്പോ ഒരു സിനിമയ്ക്ക് സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം ഈ സിനിമയ്ക്ക് സംഭവിച്ചു. ജനനായകൻ സിനിമ ഓൺലൈനിൽ ലീക്കായി. ആദ്യം പടത്തിലെ ചില പ്രധാന ഭാഗങ്ങളായിരുന്നു ലീക്ക് ആയിരുന്നത്. എന്നാൽ ഒട്ടും വൈകാതെ തന്നെ ഫുൾ പടവും ഓൺലൈനിൽ ലീക്കായി. അതായത് 3 മണിക്കൂറിന് മുകളിൽ ഡ്യൂറേഷൻ വരുന്ന മുഴുവൻ ജനനായകൻ സിനിമ ലീക്കായി. ലീക്കായെന്ന് മാത്രമല്ല, പടം ഒരുപാട് ഷെയർ ചെയ്യപ്പെട്ടു. പല ഇല്ലീഗൽ സൈറ്റ് വഴിയും ഇതിനോടകം ഒരുപാട് പേര് ഈ പടം കണ്ടു കഴിഞ്ഞു. വല്ലാത്തൊരവസ്ഥയാണ്. ഒരു സിനിമയ്ക്ക് സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചത്. റിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോ ആ സിനിമ ലീക്കായെന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. അത് ഇതുപോലെ 400 കോടിക്കൊക്കെ എടുത്ത് വലിയ രീതിയിൽ ബിസിനസ് നടന്ന ഒരു സിനിമയ്ക്ക് ഇങ്ങനെ സംഭവിക്കുക എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. അത് വിജയ് പോലെ ഒരാളുടെ ലാസ്റ്റ് പടം. ഇനി പുള്ളി അഭിനയിക്കുമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെയുള്ളപ്പോ പുള്ളി ഇത്രയും കാലം ആഘോഷിച്ച ഫാൻസിന് അവസാനമായിട്ട് ആഘോഷിക്കാൻ ചാൻസ് കിട്ടിയ ഒരേ ഒരു പടമായിരുന്നു ഈ പടം. അത് അവസാനത്തെ പടം. ആ അവസാനത്തെ പടത്തിന് തന്നെ ഇങ്ങനെ സംഭവിച്ചു. അപ്പൊ എന്തായാലും ഇതിനെതിരെ പ്രൊഡക്ഷൻ ടീം നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. കുറെ എണ്ണത്തിന് ഓൾറെഡി ഇപ്പൊ പൊക്കിക്കൊണ്ടിരിക്കുന്നു, ഇനിയും പൊക്കും. ഈ സിനിമ കാണുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവരെ തൂക്കും. ടെലിഗ്രാം, ടോറന്റ്, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, അങ്ങനെ മറ്റ് സൈറ്റുകൾ, അങ്ങനെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ പ്രചരിപ്പിക്കുകയോ അപ്ലോഡ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്താൽ പിടി വീഴും. അതുകൊണ്ട് ജനനായകനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലീക്കുകളിൽ ഇൻവോൾവ് ആവാതിരിക്കുക. ഒന്നെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണുക. പടം എന്തായാലും തിയേറ്ററിൽ വരും. ഈ തിയേറ്ററിൽ പോയി കാണുന്ന പടം തിയേറ്ററിൽ തന്നെ കാണുക, അതല്ലേ നല്ലത്. പിന്നെ താല്പര്യമില്ലാത്തവര് അവർ ഒഫീഷ്യലായിട്ട് OTT വരുമ്പോ അങ്ങനെ കാണുക. അല്ലാതെ ഈ ലീക്ക് ഒന്നും കാണാൻ പോകരുത്. തൂക്കിയാൽ നാണക്കേടാ. പിന്നെ ഇതൊരു സിനിമ എന്നതിനേക്കാളും ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. അപ്പോ അതിനോട് അങ്ങനെ ഒരു ക്രൈം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് നിങ്ങളെല്ലാം പോയി ചാടല്ലേ. എന്തായാലും പടം വരും, അപ്പൊ നമുക്ക് തിയേറ്ററിൽ കാണുന്നില്ലേ നല്ലേ. അല്ലാണ്ട് ഒരാളുടെ നെഞ്ചെടുപ്പിൽ കയറി വൈബ് അടിക്കുന്നത് അലമ്പ് പരിപാടിയാണ്. അതുകൊണ്ട് ഇതിലൊന്നും പോയി ചാടാതിരിക്കുക. മൈൻഡ് ആക്കിയേ വേണ്ട. പടം വരും. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്ന സ്ഥിതിക്ക് എന്തായാലും റിലീസ് എന്തായാലും ഉടനെ കാണുമായിരിക്കും. അപ്പോൾ ജനനായകൻ സിനിമയുടെ ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം ഇത്രയാണ് നമ്മുടെ വീഡിയോ. ഓക്കെ, ബൈ.